യൂണിവേഴ്സ് ഇന്ന് എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ബി ഹംബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നമ്മളുടെ സ്ട്രെസ് ലെവൽ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ ദേഷ്യം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊരു പ്രയോജനം ഇല്ല. ഇത് നമ്മുടെ നെഗറ്റീവ് ആസ്പെക്റ്റിലേക്ക് കൊണ്ടുപോകാൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളയുക. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് അവരുടെ കർമ്മ അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ അതിൽ പോയി കൈ കടത്തി നമ്മളുടെ കൈ നാശാക്കേണ്ട കാര്യമില്ല. അബണ്ടൻസ് ആണ്, യു വിൽ റിസീവ് അബണ്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ല സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ദേഷ്യം അങ്ങനത്തെ നെഗറ്റീവ് ഇമോഷൻസ് അതെല്ലാം കളയുക. ഈശ്വരനോട് നന്ദിയുള്ളവരായിരിക്കുക. സറണ്ടർ ചെയ്ത് കൊടുക്കുക. എന്ത് തന്നാലും ഈശ്വരൻ എന്ത് തന്നാലും അത് മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. അത് നമ്മളെ നല്ലതിനാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സറണ്ടർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അബണ്ടൻസ് വരും. അബണ്ടൻസ് എന്ന് വെച്ചാൽ പണം മാത്രമല്ല കേട്ടോ, ആരോഗ്യം, അതുപോലെ അറിവ്, പിന്നെ സമാധാനം, സ്നേഹം, ഇതെല്ലാം അബണ്ടൻസിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ലോ ഓഫ് കർമ്മ, പേ ഫോർ യുവർ ഡീഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് കർമ്മ, ലോകത്തിലെ ഈ യൂണിവേഴ്സിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് കർമ്മ. നമ്മൾ പോസിറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് എന്തായാലും കിട്ടും. അതുപോലെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ റിസൾട്ട്, നെഗറ്റീവ് റിസൾട്ട് നമ്മളിലേക്ക് വരും. അപ്പോൾ ഇത് എപ്പോഴും നല്ല കാര്യങ്ങൾ കഴിയുന്നത്, നമുക്ക് മനുഷ്യരാണ്, നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും, ടെംപ്റ്റേഷൻസ് വരും, ദേഷ്യം വരും, സങ്കടം വരും, ഒക്കെ വരും. അതെല്ലാം എപ്പോഴാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഏറ്റവും പോസിറ്റീവ് ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. വിശ്വസിക്കുക, കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, സന്തോഷിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, യു ആർ ഡയറക്റ്റ്ലി അണ്ടർ ദ ലവിങ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് സുപ്രീം ലോർഡ് ഹിംസെൽഫ്. ഈശ്വരൻ്റെ നേരിട്ടുള്ള സ്നേഹത്തോടു കൂടിയുള്ള സംരക്ഷണത്തിലാണ് നിങ്ങളെന്നാണ് പറയുന്നത്. എന്ത് വിഷമം നിങ്ങളിപ്പോൾ സഹിച്ചാലും ഇത് ഓർക്കുക, നമ്മളെ കാക്കുന്ന, നമ്മളെ സ്നേഹത്തോടെ കാക്കുന്ന ഒരു ശക്തി ഉണ്ട്. അതിൽ വിശ്വസിക്കുക. എത്രത്തോളം വിശ്വസിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് സമാധാനം ലഭിക്കും.